ഹായ് ഗൈസ്, നമ്മുടെ മലയാളം സിനിമയിൽ ഇനി വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമകൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ബ്രഹ്മാണ്ഡം എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ്, സൂപ്പർ താരങ്ങൾ, വലിയ ക്യാൻവാസുകളിൽ തയ്യാറാവുന്ന പ്രോജക്റ്റുകൾ തുടങ്ങിയവയാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചിത്രം ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ഐ നോബഡി. കെട്ടിയോളാണന്റെ മാലാഗ, റോഷാക്ക് സിനിമകളുടെ സംവിധായകനായ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന പ്രത്യേകത തന്നെയാണ് ഐ നോബഡിയുടെ പ്രധാന ആകർഷണം. നായകനായിട്ട് എത്തുകയും ഒപ്പം തന്നെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറുടെ സ്ഥാനം കൂടി പൃഥ്വിരാജ് അലങ്കരിക്കുന്നുണ്ട്. 7ാം തവണയായി പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഐ നോബഡി. ഇവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, വിനയ് ഫോർട്ട്, വിജയരാഘവൻ, ലുക്മാൻ, ഖാലിദ് റഹ്മാൻ, അശോകൻ, ഗണപതി, നിഷാൻ സാഗർ, സുധി കോപ്പ, നന്ദു, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങിയവരും ചിത്രത്തിൽ താരങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഒരു ബാങ്ക് കവർച്ചയും അതിനെ തുടർന്ന് നടക്കുന്ന ഉദ്വേഗജനകമായ സംഭവങ്ങളുമാണ് സിനിമയുടെ പശ്ചാത്തലമെന്നാണ് സൂചനകൾ. വരുന്ന ജൂലൈ മാസത്തിൽ ഐ നോബഡി റിലീസിനെത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രം നീക്കം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് നീക്കം. ദിലീപിന്റെ തന്നെ ഡോൺ എന്ന സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയിട്ടുള്ള ജയരാമനാണ് നീക്കത്തിന് തിരക്കഥയൊരുക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസിന് വേണ്ടി RB ചൗധരിയും E4 എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നതും. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന നീക്കത്തിൽ ദിലീപിനൊപ്പം രമ്യ സുരേഷ്, സിദ്ദിഖ്, അശോകൻ, വീണ നന്ദകുമാർ, കലാഭവൻ ഷാജോൺ, വിനു പപ്പു, ഷാരി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. വരുന്ന ജൂലൈ മാസത്തിലാണ് നീക്കത്തിന്റെയും റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ചിത്രം കത്തനാർ. ജയസൂര്യയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഒരു ഫാന്റസി ഹൊറർ 3D സിനിമയാണ് കത്തനാർ. ജയസൂര്യക്കൊപ്പം പ്രഭുദേവ, അനുഷ്ക, കോട്ടയം രമേശ്, വിനീത്, സാൻഡി മാസ്റ്റർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ നമ്മൾ ഐതിഹ്യമാലയിൽ കേട്ടിട്ടുള്ള കത്തനാരുടെ കഥകളിൽ നിന്നും വ്യത്യസ്തമായി ആ കഥാപാത്രത്തെ ഉപയോഗിച്ച് ഒരു ഇന്റർനാഷണൽ കണ്ടന്റ് ആയിട്ടാണ് ഈ കത്തനാർ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രം 10ലധികം ഭാഷകളിൽ 2D, 3D, IMAX ഫോർമാറ്റുകളിൽ റിലീസിനെത്തിക്കാനാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഗോകുലം മൂവീസ് പ്ലാൻ ചെയ്യുന്നതും. വരുന്ന ജൂലൈ അവസാന വാരത്തിലോ ഓഗസ്റ്റിന്റെ തുടക്കത്തിലോ കത്തനാർ റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നാലാമത്തെ ചിത്രം ഐ ആം ഗെയിം. ദുൽഖർ സൽമാനെ നായകനാക്കി RDX എന്ന സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ ആം ഗെയിം. പ്രധാനമായും ക്രിക്കറ്റും ക്രിക്കറ്റ് ഗാംബ്ലിംഗും പ്രമേയമാകുന്ന ഈ ചിത്രത്തിൽ ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കദിർ, മിഷ്കിൻ, കയാദു ലോഹർ, സാൻഡി മാസ്റ്റർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഏകദേശം 40 കോടി രൂപയ്ക്കും മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഐ ആം ഗെയിം നിർമ്മിച്ചിട്ടുള്ളത് വേഫെയർ ഫിലിംസിന് വേണ്ടി ദുൽഖർ തന്നെയാണ്. വരുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഓണം റിലീസായി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തും. അഞ്ചാമത്തെ ചിത്രം ടിക്കി ടക്ക. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ടിക്കി ടക്ക. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിൽ ആസിഫ് അലിക്കൊപ്പം നസ്ലിൻ, ലുക്മാൻ, വാമിക ഗബ്ബി, കല്യാണി പ്രദർശൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ബോളിവുഡിലെ വമ്പൻ നിർമ്മാണ കമ്പനിയായ ടി സീരീസും പനോരമ സ്റ്റുഡിയോസും ചേർന്നാണ് ടിക്കി ടക്ക നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ടി സീരീസ് ആദ്യമായി നിർമ്മിക്കുന്ന മലയാള സിനിമയെന്ന പ്രത്യേകതയും ടിക്കി ടക്കയ്ക്കുണ്ട്. KGF, സലാർ, മാർക്കോ പോലുള്ള സിനിമകൾക്ക് മ്യൂസിക് ഒരുക്കിയ രവി ബസറൂർ ആണ് ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നതും. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ പടമായി ഒരുങ്ങുന്ന ടിക്കി ടക്ക വരുന്ന സെപ്റ്റംബർ മാസം റിലീസിനെത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നതും. ആറാമത്തെ ചിത്രം ബാച്ചിലർ പാർട്ടി ഡുഎക്സ്. അമൽ നീരദ് ആരാധകർ വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബാച്ചിലർ പാർട്ടി ഡുഎക്സ്. 2012 പുറത്തു വന്ന ബാച്ചിലർ പാർട്ടി എന്ന ബ്ലാക്ക് കോമഡി ആക്ഷൻ സിനിമയുടെ സ്പിരിച്വൽ സീക്വലായിട്ടാണ് ഡുഎക്സ് തയ്യാറാവുന്നത്. അതായത് അതേ കഥയിൽ തിരക്കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും മാറ്റം കൊണ്ടുവന്ന മറ്റൊരു സിനിമ. ഫഹദ് ഫാസിലും അൻവർ റഷീദും അമൽ നീരദും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നസ്ലിൻ, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, ടൊവിനോ തോമസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ തന്നെ ബാച്ചിലർ പാർട്ടി ഡുഎക്സ് തിയേറ്ററുകളിലേക്ക് എത്തും. ഏഴാമത്തെ ചിത്രം അതിമനോഹരം. തുടരും എന്ന ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം ലാലേട്ടൻ, തരുൺമൂർത്തി കോംബോ ഒന്നിക്കുന്ന ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ മൂവിയാണ് അതിമനോഹരം. ഏറെ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന സിനിമയെന്ന പ്രത്യേകതയും അതിമനോഹരത്തിനുണ്ട്. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, മനോജ് KJN, ജഗദീഷ്, ഇർഷാദ്, മുകേഷ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പങ്കാളികളാവുന്നുമുണ്ട്. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന അതിമനോഹരത്തിന്റെ എന്റെ ഷൂട്ട് വരുന്ന ജൂലൈ മാസം അവസാനത്തോടെ പൂർത്തിയാവും. തുടർന്ന് 2026 ക്രിസ്മസ് റിലീസായി ഈ മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ആണ് അതിമനോഹരം നിർമ്മിക്കുന്നതും.
8ാമത്തെ ചിത്രം ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപി ആരാധകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ആക്ഷൻ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിയുടെ 250ാമത് സിനിമയായി പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇതിനോടകം വലിയൊരു ഹൈപ്പ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. നവാഗതനായ മാത്യു തോമസ് ആണ് ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത്. CIA എന്ന സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയ ഷിബിൻ ഫ്രാൻസിസ് ആണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നതും. സുരേഷ് ഗോപിക്കൊപ്പം മുകേഷ്, ജോജു ജോർജ്, ഇന്ദ്രജിത്ത്, രഞ്ജി പണിക്കർ, ദിവ്യാപിള്ള തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പന്റെ 80% ചിത്രീകരണം മൂവി ടീം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ബാങ്കോക്ക്, മലേഷ്യ എന്നിവിടങ്ങളിലായി ഒരു ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തീകരിക്കാനുമുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ വർഷം അവസാനത്തോടെ ഒറ്റക്കൊമ്പൻ തിയേറ്ററുകളിലേക്ക് എത്തും. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ഒറ്റക്കൊമ്പൻ നിർമ്മിക്കുന്നത്. 9ാമത്തെ ചിത്രം പദയാത്ര. വർഷങ്ങൾക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലെജൻഡറി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് പദയാത്ര. മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ നിർമ്മാണ സംരംഭമായി തയ്യാറാവുന്ന പദയാത്രയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഓൾറെഡി പൂർത്തിയായതാണ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം ഈ വർഷം തന്നെ ഈ ചിത്രം ഡയറക്ട് OTT റിലീസ് ചെയ്യാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ഇന്ദ്രൻസ്, ഗ്രേസ് ആന്റണി, അലൻസിയർ, മധുബാൽ, നന്ദു, വിജയരാഘവൻ തുടങ്ങിയവരും പദയാത്രയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. 10ാമത്തെ ചിത്രം തുടക്കം. 2018 എന്ന മെഗാഹിറ്റ് വിജയത്തിന് ശേഷം വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് തുടക്കം. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ വിസ്മയക്കൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി ലാലേട്ടനും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഇവരെ കൂടാതെ ആശിഷ് ജോയി ആന്റണി, ജാഫർ ഇടുക്കി, ഗണേഷ് കുമാർ, സായി കുമാർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന തുടക്കം വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതി റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. 11ാമത്തെ ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമലു എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി വീണ്ടും ഒരു ഫീൽ ഗുഡ് സിനിമയിൽ നായകനാവുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. നിവിൻ പോളിക്കൊപ്പം മമിത ബൈജു ആണ് ഈ സിനിമയിൽ നായികവേഷത്തിലെത്തുക. ഇവരെ കൂടാതെ സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, സൃന്ദ തുടങ്ങിയവരും ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. വരുന്ന ഓഗസ്റ്റ് മാസം ഓണം റിലീസായിട്ടാവും ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. 12ാമത്തെ ചിത്രം കോസ്മിക് സാംസൺ. എക്കോ എന്ന ചിത്രത്തിന് ശേഷം സന്ദീപ് പ്രദീപ് ലീഡ് റോളിലെത്തുന്ന ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണ് കോസ്മിക് സാംസൺ. സന്ദീപിനൊപ്പം മിയ, അൽഫോൺസ് പുത്രൻ, അൽതാഫ് സലീം, മുകേഷ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ അഭിജിത്ത് ജോസഫ് ആണ്. ഒരു സാധാരണക്കാരനായ യുവാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കോസ്മിക് സംഭവങ്ങളും അതുണ്ടാക്കുന്ന ഹ്യൂമർ നിറഞ്ഞ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കഥാതന്തു. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോൾ നിർമ്മിക്കുന്ന കോസ്മിക് സാംസൺ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും. 13ാമത്തെ ചിത്രം ഖലീഫ. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ജിനൂവി എബ്രഹാമിന്റെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് ഖലീഫ. പ്രതികാരങ്ങൾ സ്വർണ്ണത്തിൽ എഴുതപ്പെടും എന്നൊരു മാസ് ടാഗ്ലൈനോടെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. ദുബായ് പശ്ചാത്തലമാക്കി വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു പക്ക മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയായ ഖലീഫയിൽ മലയാളത്തിന്റെ സൂപ്പർ താരം ലാലേട്ടനും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുമുണ്ട്. വരുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഓണം റിലീസായിട്ടാവും ഖലീഫ തിയേറ്ററുകളിലേക്ക് എത്തുക.